നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറയിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. സാധാരണ നമ്മളങ്ങ് ഉപയോഗിക്കും ക്യാമറ, പക്ഷേ ക്യാമറക്കകത്തുള്ള ഒരുപാട് സെറ്റിങ്സുകൾ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. എല്ലാ സെറ്റിങ്സുകളും പരിചയപ്പെടുത്തുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് 2-3 സെറ്റിങ്സ് നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് മറ്റു വീഡിയോയിൽ കൂടുതൽ സെറ്റിങ്സുകൾ പരിശോധിക്കാം. വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകൾ നമ്മുടെ ക്യാമറയിലുണ്ട്. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. ഞാൻ അതിനു വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. അതിനുമുമ്പായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനൊരു ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇതുപോലെ ഓപ്പണായി വരും. നമുക്കിവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ലൈന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ താഴെ ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണും ചില മൊബൈൽ ഫോണിൽ, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഐക്കൺ കാണും, ഈ സെറ്റിങ്സിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ വാട്ടർ മാർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് ഓൺ ചെയ്ത് വെച്ചേക്കാണ്. ഇതിന് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മളെടുക്കുന്ന ഫോട്ടോയിൽ തന്നെ നമുക്ക് ഡേറ്റ്, ടൈം കാര്യങ്ങളൊക്കെ വരുത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫോട്ടോയിൽ കാണാൻ സാധിക്കും പേര്, നമ്മുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോന്നും ഡേറ്റ് ആൻഡ് ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ എവിടെ നിന്നെടുത്ത ഫോട്ടോ ആണെന്ന് നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ ഫോട്ടോ നോക്കുമ്പോൾ നിങ്ങൾക്ക് സമയവും ഡേറ്റും അതിൻ്റെ ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെക്കണം. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇവിടെ മിറർ സെൽഫി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ പലപ്പോഴും അത് തല തിരിഞ്ഞ് വരാറുണ്ട്. ചില ആളുകൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോക്ക് പിറകിൽ കാണുന്ന ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ അത് ഒരു മിറർ രൂപത്തിൽ തല തിരിഞ്ഞ് കാണും. അത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്ന് നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റിങ്സാണ് ആഡ് ലൊക്കേഷൻ ടാഗ് എന്നുള്ള ഓപ്ഷൻ. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടും. സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ എവിടെയെങ്കിലും നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൊക്കേഷൻ ആഡ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോ കിട്ടുന്ന ആൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾ എവിടെ നിന്നാണ് ആ ഫോട്ടോ എടുത്തതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യുക, മറ്റൊരാൾക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്യുക. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്ന ആളുകൾ ഈ ലൊക്കേഷൻ ടാഗ് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഫോട്ടോ ലൊക്കേഷൻ മറ്റൊരാൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നും നിങ്ങളെ ഫോളോ ചെയ്യാനൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് ഈ ലൊക്കേഷനുള്ള ഭാഗം ആവശ്യമാണെങ്കിൽ മാത്രമേ എനേബിൾ ചെയ്യാൻ, ആവശ്യമില്ലെങ്കിൽ എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ QR കോഡ് സ്കാനർ ഉണ്ട്. നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുകളിൽ ഒരു QR കോഡ് സ്കാനറിൻ്റെ ഐക്കൺ കാണും. ഒരു QR കോഡ് ഐക്കൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എനേബിൾ ചെയ്താൽ മതി. നമുക്ക് പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ QR കോഡ് കാണുമ്പോൾ ജസ്റ്റ് അങ്ങ് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കത് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് തരും. വേറെ എവിടെയും പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ ഒരുപാട് സെറ്റിങ്സ് ഇതിനകത്ത് നമുക്ക് എല്ലാം കൂടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ചുരുങ്ങിയ ഭാഗം മാത്രം പരിശോധിച്ചതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.